ഭീം പനാറ. അടുത്തേക്കൊക്കെ വന്ന് പോസ് ചെയ്യാ നീ. ഗുഡ് മോർണിംഗ്. നമ്മൾ ഗുവാഹട്ടിയിൽ നമ്മുടെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് കാസിറംഗയിലേക്ക് പോവാണ്. നമ്മൾ സിറ്റിയിൽ നിന്ന് പുറത്ത് വന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം എന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഓൾറെഡി ലേറ്റായി. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഓപ്പൺ അല്ല ഈ ഒരു ടൈമിൽ. നമ്മളെന്തായാലും ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആസാമിലെ ഗോൽപാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം തൊട്ട് അരുണാചൽ പ്രദേശിലെ റോയിങ് എന്ന ടൗൺ വരെ 740 കിലോമീറ്റേഴ്സ് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന NH37 ആണിത്. റോഡ് അടിപൊളിയാണ്. ഒറ്റ സ്ട്രെച്ചാണ്, സ്ട്രെയിറ്റ്. ഗിയറും ഒന്നും മാറ്റണ്ട, ചേഞ്ച് ചെയ്യേണ്ട, ചുമ്മാ ഇരുന്നാൽ. ആസാം ട്രങ്ക് റോഡ് എന്നാണ് ഈ നാഷണൽ ഹൈവേ അറിയപ്പെടുന്നത്. കാസിറംഗ നാഷണൽ പാർക്കിൻ്റെ 2 പ്രധാനപ്പെട്ട റേഞ്ചസും അതുപോലെ കുറേ പ്രധാനപ്പെട്ട നഗരങ്ങളും കുറേ ടീ എസ്റ്റേറ്റ്സും ബ്രഹ്മപുത്ര റിവറൊക്കെ കടന്നിട്ടാണ് ഈ നാഷണൽ ഹൈവേ പോകുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ്. അപ്പം ഇവിടെ ആനിമൽ പ്ലാനറ്റ്, നാറ്റ് ജിയോ ഇതുപോലെയുള്ള എല്ലാ റിസർച്ചേഴ്സും ഒക്കെ വന്നിട്ട് ഇവര് വരേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗുവാഹട്ടിയിൽ നിന്ന് ഭയങ്കര അടിപൊളി കണക്ടിവിറ്റി ആണ്. 4 ലൈൻ റോഡായിരുന്നു ഇത്രയും നേരം. ഇനി 45 കിലോമീറ്റേഴ്സ് 1 ലൈൻ ആണ്. നമ്മൾ അങ്ങനെ കാസിറംഗ നാഷണൽ പാർക്കിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ എക്സൈറ്റഡ് ആണ് ആസ് യൂഷ്വൽ. അതിന് കാരണം ഇത് ഇന്ത്യയിലെന്നല്ല വേൾഡിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്കാണ്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. നെഗോൺ, ഗൗലാഘട്ട് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഡിസ്ട്രിക്ട്സ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന വലിയൊരു നാഷണൽ പാർക്കാണ് കാസിറംഗ. ഇത് ട്രാവൽ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം ഈ പറഞ്ഞ പോലെ ഗുവാഹട്ടിയിൽ വന്നിട്ട് ഒന്നില്ലെങ്കിൽ ടാക്സി ഹയർ ചെയ്യാം, അല്ലെങ്കിൽ കാറ് റെൻ്റ് എടുത്താൽ നല്ലതായിരിക്കും. നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയതാണ്. ഇതൊരു ധാബയാണ്. കുറെ വണ്ടികൾ നിർത്തി ചിക്കൻ ഇപ്പം വേണമെന്നില്ല. ഞാൻ ആക്ച്വലി ഇതൊന്ന് കഴിച്ചിട്ട് എൻ്റെ വയറെങ്ങനെ ഉണ്ടാവും. സൈഡിൽ വെച്ചോ, ഞാൻ കഴിച്ചോളാം. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് പറയാൻ മറന്നുപോയി, നമ്മൾ താമസിക്കുന്ന സ്ഥലം നേച്ചർ ഹണ്ട് എക്കോ ക്യാമ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവർ തന്നെ നമുക്ക് സഫാരിയൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ വഴിയെ പറയാം. കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ കോട്ടേജിലേക്ക് പോവാണ്. ചെക്ക് ഇൻ ചെയ്യണം. റിസപ്ഷനിൽ പോയിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സഫാരി കൺഫേം ചെയ്യാനാണ്. നാളെ രാവിലെ ഒരു സഫാരി ഉണ്ട്, ഇപ്പോഴും ഒരു സഫാരി ഉണ്ട്. പക്ഷേ ഓൾറെഡി നമ്മൾ ലേറ്റായി ഉച്ചയ്ക്കുള്ള സഫാരി പോകാനായിട്ട്. എന്നാലും റിസപ്ഷനിൽ വന്നിരിക്കുകയാണ്. വളരെ ഡൗട്ട്ഫുൾ ആണ് ഇപ്പോഴത്തെ സഫാരിക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ മാനേജർ ജിപ്സി അവൈലബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ചെറിയൊരു പോസ്റ്റ് ഉണ്ട്. എന്തായാലും ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ കോട്ടേജസ്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 മാസം മുന്നേ ബുക്ക് ചെയ്താലാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ പക്ഷേ 1 മാസം മുന്നേ അല്ല ബുക്ക് ചെയ്തത്. ക്യാൻസലേഷൻ വന്നപ്പോൾ ഭാഗ്യത്തിന് എനിക്കൊരു കോട്ടേജ് കിട്ടിയതാണ്. എന്തായാലും നമ്മൾ താമസിക്കുന്നത് ആ മണ്ണൂനുണ്ടാക്കി പുല്ല് വെച്ചിട്ടുള്ള ഹട്ടിലാണ്. അതും വളരെ വലിയ ഭാഗ്യമായിട്ടോ ഈ ഒരു സ്ഥലം ഇവിടെ കിട്ടാൻ. അതും ഇത്രയും തിരക്ക് പിടിച്ചൊരു സമയത്ത്. എന്തായാലും സഫാരി നടക്കില്ല ഇന്ന്. നമ്മുടെ ലഗേജൊക്കെ പയ്യന്മാർ ഉള്ളിൽ കയറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പേരെന്താ? അടുത്തേക്കൊക്കെ വന്ന് പോസ് ചെയ്യാ നീ. പേരെന്താ? ഷുണ്ടുരുന്റെ ശുംബിളാഷി. ഗുഡ് ബോയ് ആണല്ലോ. ബോയോ ഗേളോ? ഗേളാ നീ? നമുക്ക് രാവിലെ 6:30 ആകുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മോർണിംഗ് സഫാരി ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മളെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാവിലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇപ്പം 3-4 റേഞ്ചസ് ഉണ്ട് ഇവിടെ നമുക്ക് സഫാരി പോകാൻ ഓപ്ഷൻ. അതിൽ വെസ്റ്റേൺ റേഞ്ചാണ് ഇവർ സജസ്റ്റ് ചെയ്യുന്ന. മോർണിംഗിൽ കുറേ ആനിമൽസിനൊക്കെ കാണാം. അപ്പോൾ നമ്മൾ മോർണിംഗിലേക്ക് മാറ്റിയിട്ടുണ്ട് പരിപാടി. 6:30 ആകുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ അവിടുത്തെ അവരോട് ചോദിക്കുകയാണ് ഇവിടെ അടുത്ത് എന്തൊക്കെയാണ് സ്ഥലങ്ങൾ കാണാറുള്ളത് എന്നുള്ളത്. 1 കിലോമീറ്റർ पहले बहुत बड़ा
എന്താണല്ല ऑर्किड नेशनल पार्क है और गोवा चाबी नो हां ठीक है थैंक यू बाबा ये क्या है मालपुआ 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 മാൽപ്പോവ സ്വീറ്റാണ് നമ്മുടെ നാട്ടിലെ നെയ്യപ്പം പോലെ ഇരിക്കൊണ്ടിരുന്നത്. നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറുവാണ്. 400 പെർ ഹെഡാണ് ടിക്കറ്റ് റേറ്റ്. ഇവിടെ ഇന്നൊരു കൾച്ചറൽ ഷോ കൂടി നടക്കുന്നുണ്ട്. രാത്രി വരെയാണ് അത് നടക്കുന്നത്. നമ്മളെന്തായാലും അതിന് ടിക്കറ്റ് എടുത്തിട്ടില്ല. ഏതാണ്ട് 600+ വൈൽഡ് സ്പീഷീസ് ഓഫ് ഓർക്കിഡ്സ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് കാസിരംഗയുടെ സ്വന്തം കാണ്ടാമൃഗം അല്ലെങ്കിൽ 1 ഹോൺഡ് റൈനോസറസ്. ഇവിടെ കുറേ സൊവിനിയേഴ്സിൻ്റെ ഒക്കെ ഷോപ്പുകളുണ്ട്. ഞാൻ ഇവരോട് ഇതിൻ്റെ വില ചോദിച്ചാൽ ഇവർക്ക് വേറെ ലാംഗ്വേജ് അറിയില്ല. ഇത് എത്രയാണെന്ന് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെ ഒരു കാര്യം പെട്ടെന്ന് കണ്ടപ്പം എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ബ്ലാക്ക് റൈസ് ഇവിടെ ഓൾറെഡി ഇവരുടെ പാക്കറ്റ് തീർന്നു എന്ന് അവർ പറയുന്നത്. ഖത്തം നോക്കിയാണോ ബ്ലാക്ക് റൈസ്? ഈ ബ്ലാക്ക് റൈസ് ഭയങ്കര മെഡിസിനൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നല്ലതാണത്ര. ചെടികളുടെ കാര്യമായതുകൊണ്ട് ഇവിടെ വരാൻ ഏറ്റവും എക്സൈറ്റഡ് ആയത് അശ്വതിയായിരുന്നു. ഈ ചേച്ചിയാണെങ്കിൽ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 600 സ്പീഷീസിനെ കുറിച്ചൊക്കെ പറയുന്നുള്ളതുകൊണ്ട് ഞാനും വളരെ ഇൻട്രസ്റ്റഡ് ആയി. ബീഹു എന്ന് പറയുമ്പോൾ എനിക്കറിയാം രാജസ്ഥാൻ റോയൽസ്. ഏതാണ് വേൾഡ് സ്മോളസ്റ്റ് ഓർക്കിഡ്? ये फर्स्ट स्मॉलेस्ट है, ये सेकंड और ये थर्ड. ഡാൻസിങ് कथकली ഡാൻസിങ് ഓർക്കിഡ്, डांसिंग लेडी ഡാൻസിങ് ലേഡി എന്നാണ് ഇതിന്റെ പേര്. मतलब उसका कलर ഇതിന്റെ പേരാണ് എലിവാലൻ ഓർക്കിഡ് അല്ലെങ്കിൽ റാറ്റ് ടെയിൽ ഓർക്കിഡ് എന്ന് പറയും. എലിയുടെ വാല് പോലെ ഇരിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇത് ഹൗസ് ഫ്ലൈ ഓർക്കിഡ് ഹൗസ് ഫ്ലൈ ഓർക്കിഡ് എന്ന് പറയും. എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് നല്ലത് കാണാൻ, ശരിക്കും ഒരു ഈച്ച ഇരിക്കുന്ന പോലെ. എന്താണ്? bee is extinct now, so the natural pollination doesn't happen. Okay, so you have to do it artificial pollination. അപ്പൊ ഈ വാനില കേരളത്തിൽ പണ്ട് ഭയങ്കര ഫാമിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ചോദിക്കായിരുന്നു എങ്ങനെയാണ് നമ്മൾ പോളിനേഷൻ ചെയ്യുന്നത്. ഓ അത് ശരി. ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് അത്ര പോളിനേഷൻ ചെയ്യുന്ന വാനില. കാരണം ആ ബീ ഇപ്പം എക്സ്റ്റിങ്ക്റ്റ് ആയെന്നാണ് അവർ പറയുന്നത്, ഇതിൻ്റെ ഒരു തേനീച്ച. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ വാനില കൾട്ടിവേറ്റ് ഫാം ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവർ നമ്മളോട് ചോദിച്ചത്. സ്പൈഡർ ഓർക്കിഡ് എന്നൊക്കെ വിളിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വർഷത്തിൽ 1-2 തവണ ബ്ലൂം ചെയ്യുള്ളൂ അത്ര. നമുക്ക് ഭാഗ്യമുണ്ടതേ നല്ല സുന്ദരനായിട്ട് ഇത് വർഷത്തിൽ 1-2 തവണ വിരിയുന്ന ടീമാണത്ര. ബാറ്റ്മാൻ ഫാൻസ് ഉണ്ടെങ്കിൽ ഇത് കാണാതെ ജോക്കർ ഓർക്കിഡാണ്. ഈ ജോക്കറിന്റെ ഷേപ്പാണ് അല്ലേ. ഓർക്കിഡ് പാർക്കിൽ നിന്നും നമ്മൾ നേരെ ആസാം നാഷണൽ മ്യൂസിയത്തിലേക്കാണ് കയറിയത്. ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഒരു ടിപ്പിക്കൽ ആസാമി ഗ്രാമത്തിലുള്ള ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാകും. നിത്യോപയോഗ സാധനങ്ങൾ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ അവർ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മീൻ പിടിക്കുന്നത്. കുറേ ഫിലിംസിലും മറ്റുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. പെയിൻറ്റിങ്സിലും എല്ലാം മീൻ പിടിക്കുന്ന കൊട്ടകളാണ്. ഇവരെല്ലാം കൂടുതൽ ഈ ഇങ്ങനത്തെ കൊട്ട, ചൂല്, ഇങ്ങനത്തെ കുറേ ഏതി സാധനങ്ങളും പിന്നെ ബാംബു കാര്യം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഒരലല്ലേ? ഓ യാ യാ യാ. ഏതാണ്ട് 100 years പഴക്കമുണ്ട് ഇവിടുത്തെ കൈത്തറി കൾച്ചറിന്. ഇവരെന്താണ് വീവ് ചെയ്യുന്നതെന്ന് നമുക്ക് ചോദിക്കാം. കൃഷിയും കൈത്തറിയൊക്കെ ആയിരുന്നു ആസാമിലെ ഗ്രാമങ്ങളിലുള്ള പ്രധാനപ്പെട്ട വരുമാന മാർഗം ഒരു കാലത്ത്. ഇപ്പോഴും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് ഇവർ. പിന്നീട് നമ്മൾ മറ്റൊരു മുറിയിലേക്കാണ് കയറിയത്. ഇവിടെ പ്രീ ഹിസ്റ്റോറിക് ടൈംസ് മുതലുള്ള മോണ്യുമെൻറ്റ്സിൻ്റെയും സ്ട്രക്ചേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് എത്രത്തോളം കൾച്ചറലി ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു റീജിയനാണ് നോർത്ത് ഈസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് ആക്ച്വലി ഒരു ഫാക്റ്റുമാണ്. വേൾഡിലെ ഏറ്റവും കൾച്ചറലി ഡൈവേഴ്സ് ആയിട്ടുള്ള റീജിയൻ നോർത്ത് ഈസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഏതാണ്ട് 200-ൽ പരം ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഹോമാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മൾ നേരെ കയറിയത്
ഒരു ഫോക്ക് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിൻ്റെ മ്യൂസിയത്തിലായിരുന്നു. ആസാമിൻ്റെ കൾച്ചർ എങ്ങനെ എത്രത്തോളം റിച്ചാണ്, അത്രത്തോളം തന്നെ റിച്ചാണ് ഇവരുടെ മ്യൂസിക് കൾച്ചറും. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫോക്ക് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ മൃദംഗം പോലെ ഇരിക്കുന്ന ഈ ഇൻസ്ട്രുമെൻറ്റിന് ഇവിടെ ഖോൽ എന്നാണ് പറയുന്നത്. ഒരുപാട് പെർക്കഷൻ, ഫ്ലൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സ്ട്രിങ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസുമാണ് ഇവർ യൂസ് ചെയ്യുന്നത്. വലിയൊരു ഡോല് നമുക്ക് കാണാൻ പറ്റി. ഇതിൻ്റെ പേര് ജോയ് ഡോൾ എന്നാണ്. ഹെവി ബേസ് ആണത്. മ്യൂസിയംസ് ഒക്കെ കവർ ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കൾച്ചറൽ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇത് രാത്രിയോട് കൂടി ഒരുപാട് ആളുകൾ ഇവിടെ വരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ തിരക്കില്ല. കുറച്ച് ഷോ ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ആർട്ടിൻ്റെയും മ്യൂസിക്കിൻ്റെയും ഒക്കെ കാര്യം എടുത്താൽ വലിയ ഒരു സ്ഥാനമാണ് ആസാം കൾച്ചറിനുള്ളതെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവർക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഫോക്ക് ഡാൻസസ് ഉണ്ട്. ബീഹു, ബാഗുറുംബ, അതൊക്കെയാണ് ഇവരുടെ പോപ്പുലറായിട്ടുള്ള ഫോക്ക് ഡാൻസസ്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഗ്ലിംസസ് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റിയെന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. നമ്മളങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊരു എയർമാടം കണ്ടത്. ട്രീ ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. പാരമ്പര്യമായി കിട്ടിയ കഴിവുകളൊന്നും വേസ്റ്റ് ആക്കില്ല. എന്തിനാ ഇറങ്ങിയ? അതും എൻ്റെ മമ്മീനെ കണ്ടും പ്രായമുണ്ടെന്ന് തോന്നുന്നു. നല്ല ധൈര്യമാട്ടാ. അഡ്വഞ്ചറസ് ആൻഡിയാണ്. പൊളിച്ചു. ഇത് നാരങ്ങയാണ് കേട്ടോ. ഈ ലെമണേക്കാ? ഇത് ഇവിടുത്തെ ലെമൺ ഇത്ര വലുപ്പമാണല്ലോ. ബടാ വാല, ലംബാ വാല नींबू नहीं, लंबा इतना लंबा नहीं है. ये असम का फेमस फ्रूट है. मसाला चाय है, चाय जिंजर डाला, तेजपत्ता डाला, तुलसी डाला और यहाँ का जो पार्क का लोकल चाय पत्ती है नहीं डाला, डालना है. ഏതാണ്ടൊരു 100 ആയുർവേദിക് ചെടികളോട് ഉണ്ടാക്കിയ ചായയും 21 വെജിറ്റബിൾസ് കൊണ്ട് ഉണ്ടാക്കിയ പക്കോടയൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ്. लाई पालंग, लाई साग, पालंग साग तो लोकल का असम का है. पूरा मोरिसा, ढेकिया, बोसू. ഇത് ഇവിടുത്തെ ഒരു പഴമാണ്. എന്തിന്റെ പേര്? ഭീം ബനാന. കൊള്ളാലോ. ബീഹു ഡാൻസ് കണ്ടപ്പം എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ആസാമിൻ്റെ സ്വന്തം ക്രിക്കറ്റ് പ്ലെയറായ റിയാൻ പരാഗിനെയാണ്. കാരണം പുള്ളി രാജസ്ഥാൻ റോയൽസിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബീഹു ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അയാളുടെ നാട്ടുകാരോട് തന്നെ പുള്ളിയെക്കുറിച്ചൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അത്രമല്ല, റിയാൻ പരാഗിനെ കുറിച്ച് ഇവിടെയുള്ള ആൾക്കാർക്കും തീരെ ഒരു അഭിപ്രായം ഇല്ലാന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ചായയും പക്കോടയൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം റാപ്പപ്പ് ചെയ്ത് കോട്ടേജിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെയും നമുക്ക് 2 ക്യൂട്ടീസ് ഉണ്ട് കമ്പനിക്ക്. ഇവരിവിടുത്തെ ലോക്കൽ സെക്യൂരിറ്റിമാരാണ്. ഹലോ, നല്ല വേദന ഉണ്ട്, മനസ്സിലായോ? ഇവിടെ അട്ടയുണ്ട്. അശ്വതിക്ക് ഇപ്പോൾ ഒരു ചെറിയ കടി കിട്ടി. ഭാഗ്യത്തിന് അത് താഴെ പോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പേടിയാണ് ഈ സാധനത്തിന്. അങ്ങനെ അട്ടകടിയുടെ സീനൊക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ പോയി സൈഡ് ആവാന്നുള്ളതാണ് പ്ലാൻ. How was it? അല്ലേ? ഓക്കെ. ബേസിക് നല്ല ഫുഡ് കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ക്യൂട്ടീസിൻ്റെ കൂടെ ഒരു വാക്കിന് പോവാണ്. തിരിച്ച് വന്ന ഉടൻ തന്നെ നമ്മൾ സൈഡാവും. നാളെ ഏർലി മോർണിംഗ് എഴുന്നേക്കണം, സഫാരിക്ക് പോകണം. വളരെ എക്സൈറ്റഡ് ആണ്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ.